വെളുപ്പിന് 2:30 എഴുന്നേറ്റ് 4 മണിയുടെ ബസ്സിന് തിരുവനന്തപുരത്ത് ക്ലാസ് എടുക്കാൻ പോകുന്നതാണ് എൻ്റെ സാധാരണ ഒരു വർക്കിംഗ് ഡേ. പക്ഷേ ഇന്നിപ്പോൾ ക്ലാസ് ഉച്ചകഴിഞ്ഞായതുകൊണ്ട് ഞാൻ 7 മണിയുടെ ഷിഫ്റ്റിനാട്ടോ പോയത്. ഇങ്ങനെ പോണ വഴി കൊടമഞ്ഞൻ ഓഹോ താഴ്വരയിൽ ഓഹോ എന്നൊക്കെ പറയുന്ന പോലെ നല്ല മഞ്ഞായിരുന്നു ഗൈസ്. ഞാൻ അതുകൊണ്ട് ഊട്ടിപ്പെട്ടണം പൊട്ടിക്കെട്ടണം സന്നാവാടാ ഹൊയ് ഹൊയ് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ വേറൊരു സാധനം കാണിക്കാൻ മറന്നു കേട്ടോ. സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ ഒരു വെള്ള ടവലൊക്കെ ഇതുപോലെ ഇങ്ങനെ വച്ചിട്ട് പോയിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു എനിക്ക് വളരെ വൈകിയാണ് മനസ്സിലായത്. പിന്നെ വണ്ടി കോട്ടയെത്തിയപ്പോൾ ഞാനൊരു ചായ കുടിച്ചു. തിരുവല്ല എന്തെത്തിയപ്പോഴാണ് തോന്നുന്നു റോഡ് സൈഡിൽ ഒരു അമ്മച്ചി ഇങ്ങനെ ഇരുന്ന ആൾക്കാരോട് ഭിക്ഷയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി. നമ്മുടെ 1 crore സ്മൈൽസിൽ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ആയൂർ എത്തിയപ്പോൾ കുറേ ചേട്ടന്മാർ ഇങ്ങനെ ഇരുന്ന് കല്ലുപറിക്കളിയോ എന്തോ കളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പയ്യെ പോയി. ഓക്കെ വെയിറ്റ്, ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളൊരു സോപ്പ് ഞാൻ റീസെൻ്റ്ലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഫ്രം കോക്കോ നാച്ചുറൽസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു സോപ്പ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ട്രിവാൻഡ്രം എത്തി, ക്ലാസ് കഴിഞ്ഞു. തിരിച്ച് ഞാനൊരു കണ്ണൂർ ബസ്സിലാണ് കയറിയത്. അപ്പോൾ അതിന് മുന്നേ ഒരു മുട്ട ബജി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് മുട്ടയൊന്നും ഉണ്ടായിരുന്നില്ല, ഫുൾ കടലമാവായിരുന്നു. അപ്പോൾ മുട്ടയില്ലാത്ത മുട്ട ബജി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ വരണ വഴിതേ കണ്ടോ, ഒരു കൈ കൊണ്ട് വെൽക്കം പറഞ്ഞിട്ട് മറ്റേ കൈ കൊണ്ട് പോ എന്ന് പറയുന്ന ഒരു ചേട്ടനെ കണ്ടു. അങ്ങനെ ഇവരെയൊക്കെ കണ്ട് ഞാൻ പയ്യെ മൂവാറ്റുപുഴ എത്തി ഒരു ഓംലേറ്റ് ഒക്കെ കഴിച്ച് അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ശരി.